നമസ്കാരം. അമാനുഷിക ശക്തികൾ നേടാനും ആന്തരിക സമാധാനം കണ്ടെത്താനും പണ്ടുമുതലേ നമ്മൾ കേൾക്കുന്ന ഒന്നാണ് തപസ്സ്, അല്ലേ? പക്ഷേ എന്താണിതിന്റെ യഥാർത്ഥ ലക്ഷ്യം? ഇന്ന് നമ്മൾ 1952 ഓഗസ്റ്റിലെ അഖണ്ഡ ജ്യോതിയിൽ വന്ന് ഒരു ലേഖനത്തിലൂടെ ഈ പുരാതനമായ ആശയത്തിന്റെ ആഴങ്ങളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. നമുക്കീയൊരു വാക്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ആത്മീയ ശക്തി നേടാൻ തപസ്സല്ലാതെ വേറെ വഴിയില്ല. ഇതൊരു വളരെ ശക്തമായ പ്രസ്താവനയല്ലേ? എന്തുകൊണ്ടാണ് ഇത്ര ഉറപ്പിച്ചു പറയുന്നത്? ഈ ചോദ്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ആശയം ശരിക്കൊന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു 5 ഘട്ടങ്ങളായിട്ട് ഇതിലൂടെ കടന്നുപോകാം. ആദ്യം ആത്മശക്തിയുടെ ഉറവിടം എന്താണെന്ന് നോക്കാം. പിന്നെ എന്തുകൊണ്ടാണ് ഈ വഴി ഇന്ന് പലരും തിരഞ്ഞെടുക്കാത്തത് എന്ന് ചിന്തിക്കാം. തുടർന്ന് ഓരോ യുഗത്തിലും തപസ്സിന് എന്തു മാറ്റം വന്നു, എന്താണ് അത്ഭുതങ്ങളും ആന്തരിക സമ്പത്തും തമ്മിലുള്ള വ്യത്യാസം, അവസാനം ഇതിന്റെയെല്ലാം മാറ്റമില്ലാത്ത ലക്ഷ്യം എന്താണ് എന്നതും നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ആത്മശക്തിയുടെ ഉറവിടം. എന്താണ് സത്യത്തിൽ ഈ തപസ്? എന്തുകൊണ്ടാണ് ആത്മീയ വളർച്ചയ്ക്ക് ഇത് ഇത്രയധികം പ്രാധാന്യമർഹിക്കുന്നത്? നമുക്ക് നോക്കാം. ഈ ആശയം മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു ഉദാഹരണമുണ്ട്. 2 മരക്കഷ്ണങ്ങൾ തമ്മിൽ ശക്തിയായി ഉരസുമ്പോൾ ചൂടുണ്ടാവുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ തപസ് എന്ന തീവ്രമായ പ്രയത്നം നമ്മുടെ ഉള്ളിൽ ആത്മീയമായ ഒരു ഊർജം, അതായത് ആത്മശക്തി ഉണ്ടാക്കുന്നു. ഇതാണ് തപസ്സിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വം. തപസ് എന്നത് വെറുമൊരു പരിശീലനം മാത്രമല്ല, അതൊരു തരം സമ്പാദ്യമാണ്. നമുക്ക് ഭൗതികവും ആത്മീയവുമായ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആന്തരിക കറൻസി പോലെ. നോക്കൂ, ആഡംബരത്തിൽ ജീവിക്കുന്ന ഒരാളുടെ വാക്കുകൾക്ക് ചിലപ്പോൾ ഒരു കഴമ്പും ഉണ്ടാകില്ല. എന്നാൽ ഒരു തപസ്വിയുടെ വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിഞ്ഞേക്കും. കാരണം ആത്മശക്തി എന്ന പേശിക്ക് ബലം നൽകുന്ന വ്യായാമമാണ് തപസ്. അപ്പോ ഇത്രയും ശക്തമായ ഈ മാർഗം എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ആരും തിരഞ്ഞെടുക്കാത്തൊരു വഴിയായി മാറുന്നത്? 1952 ലേഖനത്തിൽ പോലും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. നമുക്കതിന്റെ കാരണങ്ങളൊന്ന് നോക്കാം. ഈ വ്യത്യാസം വളരെ വ്യക്തമാണ്. ഒരു വശത്ത് തപസ്സിന്റെ മാർഗം, അതിന് ക്ഷമയും കഠിനാധ്വാനവും വേണം. മറുവശത്തോ ഇന്നത്തെ ലോകം, എല്ലാം പെട്ടെന്ന് കിട്ടണം, തൽക്ഷണ ലാഭം മാത്രം മതി, കഷ്ടപ്പെടാൻ ആർക്കും താൽപ്പര്യമില്ല, സുഖസൗകര്യങ്ങളാണ് എല്ലാവർക്കും വേണ്ടത്. തെറ്റായ വഴികളിലൂടെയാണെങ്കിൽ പോലും പെട്ടെന്ന് ഫലം കിട്ടിയാൽ മതിയെന്നാണ് പലരും ചിന്തിക്കുന്നത്. അതുകൊണ്ടുതന്നെയാണ് തപസ്സിന്റെ വഴിയിൽ ഇന്ന് ആൾത്തിരക്ക് കുറയുന്നത്. എന്നാൽ ലേഖനം ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സമൂഹം എത്രയൊക്കെ മാറിയാലും സത്യം സത്യമായി തന്നെ നിലനിൽക്കും. വളരെ കുറച്ചുപേര് മാത്രമേ പരിശീലിക്കുന്നുള്ളൂ എന്നതുകൊണ്ട് തപസ്സുപോലുള്ള കാലാതീതമായ തത്വങ്ങളുടെ ശക്തിക്ക് ഒരു കുറവും സംഭവിക്കുന്നില്ല. ഇനി നമ്മൾ വളരെ കൗതുകകരമായ ഒരു ഭാഗത്തേക്കാണ് കടക്കുന്നത്. തപസ് എന്ന പ്രക്രിയ ഒന്നു തന്നെയാണെങ്കിലും ഓരോ യുഗത്തിലും അതിന്റെ ഫലങ്ങൾ എങ്ങനെയാണ് നാടകീയമായി മാറിയത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ പുരാണ സങ്കല്പമനുസരിച്ച് കാലത്തെ 4 യുഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, പിന്നെ നമ്മൾ ജീവിക്കുന്ന കലിയുഗം. ഓരോ യുഗത്തിലും പഞ്ചഭൂതങ്ങളിൽ ഒന്നിനായിരിക്കും പ്രാധാന്യം. ഇത് ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ശരീരത്തെയും അവരുടെ കഴിവുകളെയും വരെ സ്വാധീനിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന്, സത്യയുഗത്തിൽ ആകാശതത്വത്തിനായിരുന്നു പ്രാധാന്യം. അന്ന് മനുഷ്യശരീരത്തിന് ഭാരം വളരെ കുറവായിരുന്നു. അതുകൊണ്ടുതന്നെ ആകാശത്തിലൂടെ പറക്കാനും ദൂരെയുള്ള ആളുകളുമായി മനസ്സുകൊണ്ട് സംസാരിക്കാനുമൊക്കെയുള്ള സിദ്ധികൾ നേടാൻ വളരെ എളുപ്പമായിരുന്നു. പിന്നീട് വന്ന ത്രേതായുഗത്തിൽ അഗ്നിതത്വത്തിനായിരുന്നു പ്രാധാന്യം. അപ്പോൾ പിന്നെ തീയും ചൂടുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങൾ സാധ്യമായി. സീതാദേവിക്ക് അഗ്നിപരീക്ഷയെ അതിജീവിക്കാൻ കഴിഞ്ഞത് ഇതിനൊരു ഉദാഹരണമായിട്ടാണ് ലേഖനം പറയുന്നത്. ദ്വാപരയുഗത്തിൽ വായുതത്വത്തിനായിരുന്നു മുൻതൂക്കം. ഇത് അസാധാരണമായ വേഗതയും ശക്തിയും നൽകി. പർവ്വതങ്ങളെ വരെ ഉയർത്താൻ കഴിവുണ്ടായിരുന്ന ഹനുമാനെ പോലെയുള്ളവർ ഈ യുഗത്തിന്റെ പ്രതീകങ്ങളായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ നമ്മൾ ജീവിക്കുന്ന കലിയുഗത്തിലോ? ഇവിടെ ഭൂമിക്കും ജലത്തിനുമാണ് പ്രാധാന്യം. ഇത് നമ്മുടെ ശരീരങ്ങളെ കൂടുതൽ ഭാരമുള്ളതാക്കുന്നു. മടിയും ആലസ്യവും ബലഹീനതയും ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പഴയ യുഗങ്ങളിലെ പോലുള്ള ശാരീരിക അത്ഭുതങ്ങൾ ഇന്ന് അസാധ്യമായി മാറിയത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. ആ പഴയ അത്ഭുതങ്ങളൊന്നും ഇപ്പോൾ സാധ്യമല്ലെങ്കിൽ പിന്നെന്തിനാണ് നമ്മൾ ഇന്ന് തപസ്സനുഷ്ഠിക്കുന്നത്? എന്താണതിന്റെ യഥാർത്ഥ ലക്ഷ്യം? ഈ ചോദ്യം വളരെ പ്രസക്തമല്ലേ? കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും പഴയ പുരാണകഥകളിലെ പോലെ അത്ഭുതങ്ങളൊന്നും കാണാതാകുമ്പോൾ ഇന്ന് ആത്മീയ പാതയിലുള്ള ഏതൊരാൾക്കും നിരാശ തോന്നാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിനുള്ള ഉത്തരം ഈ 4 വാക്കുകളിലുണ്ട്: ദേശം, കാലം, വസ്തു, വ്യക്തി. അതായത് ഏത് കാര്യത്തിന്റെയും ഫലം അത് നടക്കുന്ന സ്ഥലം, സമയം, സാഹചര്യം, വ്യക്തി എന്നിവയെ ആശ്രയിച്ചിരിക്കും.
അതുകൊണ്ട് മുൻ യുഗങ്ങളിലെ ഫലങ്ങൾ അതേപടി നമ്മുടെ ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കരുത്. ഒരു കാലത്ത് ഒരു കുട്ടിക്കളി പോലെ എളുപ്പമായിരുന്നത് ഇന്ന് അസാധ്യമായി തോന്നുന്നത് അതുകൊണ്ടാണ്. ഈ പട്ടിക ആ വ്യത്യാസം വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഒരു വശത്ത് ഓരോ യുഗത്തിലും മാറിവരുന്ന പുറമേക്ക് കാണുന്ന സിദ്ധികൾ, മറുവശത്ത് എല്ലാ കാലത്തും ഒരുപോലെ നിലനിൽക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള ആത്മശക്തി. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: തപസ്സിന്റെ യഥാർത്ഥ ലക്ഷ്യം ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനങ്ങളല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ആത്മീയമായ വളർച്ചയാണ്. അപ്പോൾ നമുക്ക് അവസാന ഭാഗത്തേക്ക് കിടക്കാം. തപസ്സിന്റെ യഥാർത്ഥവും ഒരിക്കലും മാറാത്തതുമായ ലക്ഷ്യം. ആ ലക്ഷ്യം ഇന്നും നമുക്കെല്ലാവർക്കും ഒരുപോലെ നേടാവുന്ന ഒന്നാണ്. ഇതാണ് ഈ മുഴുവൻ ചർച്ചയുടെയും കാതൽ. നമ്മുടെ ലക്ഷ്യം പുറമേക്ക് കാണിക്കുന്ന മാന്ത്രിക വിദ്യകളല്ല, മറിച്ച് നമ്മുടെ ആത്മാവിന്റെ ഉന്നമനം, അതായത് ആത്മകല്യാണമാണ്. അപ്പോൾ ഇന്നത്തെ ഈ കലിയുഗത്തിൽ തപസ്സുകൊണ്ട് നമുക്കെന്ത് നേടാനാകും? ലേഖനം പറയുന്നു, നമുക്ക് 4 കാര്യങ്ങൾ ഉറപ്പായും നേടാം. ചിന്തയിലും പ്രവൃത്തിയിലും ശുദ്ധിയുള്ളൊരു ജീവിതം, പ്രതിസന്ധികളെ നേരിടാൻ ശക്തിയുള്ളൊരു ജീവിതം, ആന്തരികമായ സന്തോഷവും സമാധാനവുമുള്ളൊരു ജീവിതം, പിന്നെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം നേടുന്ന ഉന്നതമായൊരു ജീവിതം. ലേഖനത്തിൽ നിന്നുള്ള ഈ ശക്തമായ ചിന്തയോടെ നമുക്ക് അവസാനിപ്പിക്കാം. കാലം മാറിയേക്കാം, ചുറ്റുപാടുകൾ മാറിയേക്കാം, പക്ഷേ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം നേടാൻ തപസ് എന്ന മാർഗം പണ്ടത്തെ പോലെ തന്നെ ഇന്നും എളുപ്പമാണ്. ആ അവസരം നമുക്കെല്ലാവർക്കും ഒരുപോലെ ലഭ്യമാണെന്ന് ഈ വാക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു.